ഹായ് ഓൾ, എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ വേഗത്തിൽ തയ്യാറാക്കാവുന്ന ഒരു കുക്കർ ചിക്കൻ്റെ റെസിപ്പിയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. അതിന് വേണ്ട സാധനങ്ങൾ: ഒരു ഹോൾ ചിക്കൻ, മുളക് പൊടി 2 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, ഗരം മസാല 3/4 ടീസ്പൂൺ, ചിക്കൻ മസാല 1 ടീസ്പൂൺ, കുരുമുളക് പൊടി 1 ടേബിൾ സ്പൂൺ, ഇഞ്ചി ചതച്ചത് 2 ടീസ്പൂൺ, വെളുത്തുള്ളി ചതച്ചത് 1 ടേബിൾ സ്പൂൺ, തൈര് 1 ടേബിൾ സ്പൂൺ, നാരങ്ങാനീര് 1 ടേബിൾ സ്പൂൺ, വെളിച്ചെണ്ണ 1 ടേബിൾ സ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്. ഇനി നമുക്ക് ചിക്കനിൽ പുരട്ടാനുള്ള മസാല തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനുവേണ്ടി തയ്യാറാക്കിയ ബൗളിലേക്ക് മുളക് പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, ചിക്കൻ മസാല, മഞ്ഞൾപ്പൊടി എന്നിവ ഇടാം. അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത്, തൈര്, ഉപ്പ് ആവശ്യത്തിന്, വെളിച്ചെണ്ണ എന്നിവ ഒഴിച്ച് 1 സ്പൂൺ ഉപയോഗിച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഈ കൂട്ടിലേക്ക് 1 ടേബിൾ സ്പൂൺ നാരങ്ങാനീര് ചേർത്ത് നന്നായി ഇളക്കാം. തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ്റെ അകവും പുറവും നന്നായി വരയുക. നന്നായി വരഞ്ഞാൽ മാത്രമേ അതിനുള്ളിൽ മസാല ശരിക്ക് പിടിക്കുകയുള്ളൂ. അതിനുശേഷം ചിക്കൻ്റെ കാല് രണ്ടും ഒരു നൂലുപയോഗിച്ച് നന്നായി കൂട്ടിക്കെട്ടുക. ഇനി നമുക്ക് ചിക്കൻ മാറിനേഷനിലേക്ക് പോകാം. അതിനുവേണ്ടി നേരത്തെ തയ്യാറാക്കി വെച്ച മസാല ചിക്കൻ്റെ അകവും പുറവും നന്നായി പുരട്ടി കൊടുക്കുക. ഈ മസാല ചിക്കൻ്റെ ഉള്ളിലും നന്നായി പുരട്ടി കൊടുക്കുക. ഇങ്ങനെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ മസാല പിടിക്കുന്നതിനായി ഫ്രിഡ്ജിനകത്ത് 2 മണിക്കൂർ വയ്ക്കുക. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ 2-3 പുഴുങ്ങിയ മുട്ട ചിക്കൻ്റെ അകത്ത് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് കുക്കർ ചിക്കൻ ആവശ്യമായ ഗ്രേവി തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായി മുളക് പൊടി 2 ടീസ്പൂൺ, ഗരം മസാല 1 ടീസ്പൂൺ, ചിക്കൻ മസാല 1/2 ടീസ്പൂൺ, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, ഇഞ്ചി ചതച്ചത് 2 ടീസ്പൂൺ, വെളുത്തുള്ളി ചതച്ചത് 1 ടേബിൾ സ്പൂൺ, സവാള 1 പച്ചമുളക് 2 സോയാ സോസ് 1 ടീസ്പൂൺ, ടൊമാറ്റോ സോസ് 2 ടേബിൾ സ്പൂൺ. നമുക്ക് ഒരു പാൻ എടുത്ത് ഗ്യാസിൽ വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ച് അതിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് നന്നായി വഴറ്റുക. അതിലേക്ക് ആവശ്യത്തിനുള്ള നട്ട്സ് ചേർക്കുക. ബ്രൗൺ നിറം വരുന്നിടം വരെ വെയിറ്റ് ചെയ്യുക. കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന 2 പച്ചമുളകും ഇതിലേക്ക് ചേർത്ത് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല കൂട്ടുകൾ ഓരോന്നായി ചേർക്കാം. മുളക് പൊടി, ചിക്കൻ മസാല, ഗരം മസാല, കുരുമുളക് പൊടി ഇവ ചേർത്ത് നന്നായി ഇളക്കിയെടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് യോജിപ്പിക്കുക. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, 1 ടീസ്പൂൺ സോയാ സോസ് എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇതിനായി നമുക്ക് കുക്കർ അടുപ്പയിൽ വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് മസാല പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കനെ എടുത്ത് വയ്ക്കാം. അതിനുശേഷം കുക്കറിൻ്റെ അടപ്പടച്ച് വിസിൽ വെച്ച് കൊടുക്കാം. 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം കുക്കറിൻ്റെ വിസിലൂരി അടപ്പ് മാറ്റുക. വേവിച്ച ചിക്കനെ പുറത്തേക്കെടുക്കാം. 2 തവി ഉപയോഗിച്ച് കൈ പൊള്ളാതെ വേറൊരു പ്ലേറ്റിലേക്ക് എടുത്തു വയ്ക്കാം. ചിക്കൻ വേവിച്ചപ്പോൾ ചിക്കനിൽ നിന്ന് ഇറങ്ങിയ ഈ വെള്ളം നമുക്ക് ചിക്കൻ്റെ മസാല തയ്യാറാക്കുന്ന കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മസാല തയ്യാറാക്കിയ ഈ പാനിൽ 2 ടേബിൾ സ്പൂൺ
കോക്കനട്ട് ഓയിൽ ഒഴിച്ച് അതിലേക്ക് നമുക്ക് ചിക്കനെ വെച്ച് മൊരിയിച്ചെടുക്കാം. നമ്മൾ കുക്കറിൽ വേവിച്ച ചിക്കന് വളരെ സോഫ്റ്റ് ആയിരിക്കും, അതുകൊണ്ടാണ് നമ്മൾ മൊരിയിച്ചെടുക്കുന്നത്. നമ്മൾ മുൻപ് തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാലയിലേക്ക് ചിക്കൻ്റെ വേവിച്ചപ്പോൾ കിട്ടിയ വെള്ളം ചേർത്ത് ഗ്രേവിയാക്കുക. നമ്മൾ മൊരിച്ചു വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് ഇപ്പോൾ തയ്യാറാക്കിയ ഈ ഗ്രേവി ചേർത്ത് മിക്സ് ചെയ്യുക. അങ്ങനെ നമ്മൾ കുക്കർ ചിക്കൻ റെഡിയാക്കിയിരിക്കുന്നു. ഇനി നമുക്ക് വേണമെങ്കിൽ ഗാർണിഷിങ്ങിന് വേണ്ടി സ്വല്പം സവാള, നട്ട്സ്, കറിവേപ്പില എന്നിവ നന്നായി വഴറ്റി ഈ റെഡിയാക്കിയ ചിക്കൻ്റെ മേൽ ഇട്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനെ കട്ട് ചെയ്തെടുക്കാം.